കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുട്ടികളാണെന്ന് കരുതി ഭരണവും കുറേ പേരുടെ വകയാണ് CPM എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണയുടെ അടിസ്ഥാനം. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന പഴയ ആപ്തവാക്യം സ്വാർത്ഥമതികളെ ഉദ്ദേശിച്ച് പൗരാണികന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരോടും എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും മാത്രം സംസാരിച്ച ശേഷം, ഇവിടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ശേഷം ജനകീയ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചു. ഒരു പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചില്ല. 6 മാസം മുമ്പേ തന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വല്ലാത്തൊരു ഗവേഷണം നടത്തി പിന്നീട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും എവിടെ എത്തിയെന്നപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ പറ്റി ഇത് പറയാം, അല്ല എത്രമാത്രം അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരോടും ആലോചിച്ചില്ല, ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് കോമ്പൻസേഷൻ അറിയാം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ന് കേന്ദ്രാധികാരത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളുടെ അധികാരത്തിലെങ്കിലും ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടിയാണ്. അത് CPMൻ്റെ രേഖകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല, അവർക്ക് വർഗീയതയില്ല. അപ്പോൾ ആ മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസ് എനിക്ക് പിന്തുണ, കോൺഗ്രസ് നയിക്കുന്ന UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. 101% അവർ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. 101%. ആ പേര് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ നിലപാടും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പൊതു സമീപനത്തിന് അനുരോധമായിട്ടുള്ളതാണ്. യാതൊരു വർഗീയതയും അവർ വോട്ടിങ്ങിൽ കാണിക്കാറില്ല. അമ്പലപ്പുഴ പ്രത്യേകിച്ച് രാഷ്ട്രീയ വോട്ടാണ്. ഞാൻ എന്ന് ആലപ്പുഴയിലെ 27 വാർഡ് കൂടി ചേർന്ന് അമ്പലപ്പുഴയിൽ മത്സരിച്ചോ, അന്നെല്ലാം എനിക്ക് സക്കരിയ ബസാർ, അതുപോലെ തന്നെ ലജനത്ത്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെ കുറേ 10-14 വാർഡുണ്ട് അവിടെ. ന്യൂനപക്ഷ മുസ്ലിം ജനത ഒന്നിൽ 95%. ടോട്ടലായിട്ട് ഈ 14 ബൂത്ത് എടുത്താൽ ഏകദേശം 70%. അവിടെ എല്ലാം എനിക്ക് 2011 2014 ഭൂരിപക്ഷമായിരുന്നു. ഇപ്പോഴും 1200 ചില്ലുമാണ് വോട്ടാണ് ആ 14 വാർഡ് ബൂത്ത് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആലപ്പുഴ ടൗണിൽ എനിക്ക് 7300 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇത് കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊരു വർഗീയതയുടെ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നു.